പരിപ്പോടെ എവിടെയോ? ഇന്ന് പരിപ്പോടെ ഉണ്ടാക്കില്ല സാറേ. ഇന്ന് ബോണ്ടയാണ് സാർ ഉണ്ടാക്കിയത്. നല്ല ബോണ്ടയും ചൂട് കാപ്പിയും ബീഡിയും നല്ല കോമ്പിനേഷൻ സാർ. അത് സോഫ്റ്റ് ബോണ്ട. അതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ? നമസ്കാരം കൂട്ടുകാരെ. നമ്മുടെ ചായക്കടകളിൽ കിട്ടുന്ന 4 മണി പലഹാരം ബോണ്ട അല്ലെങ്കിൽ ഉണ്ടംപൊരി എന്നൊക്കെ അറിയപ്പെടും. അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ഉണ്ടംപൊരി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മൈദാമാവാണ് ഞാൻ ഉണ്ടംപൊരി തയ്യാറാക്കാൻ എടുത്തേക്കുന്നത്. ബോണ്ടയ്ക്ക് 1/2 കിലോ മൈദാമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ 1/2 കിലോ മൈദാമാവിലോട്ട് നമ്മളൊരു 200 ഗ്രാം റവ ഞാൻ ചേർക്കുന്നുണ്ട്. വറുത്ത റവ വേണമെന്നില്ല കേട്ടോ. വറക്കാത്ത റവയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം വറുത്ത റവയായിട്ട് അത്ര സുഖം കിട്ടത്തില്ല. പിന്നെ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഇത്തിരി ബേക്കിംഗ് പൗഡർ കൂടെ ചേർക്കുകയാണ്. ലേശമേ ചേർക്കുന്നുള്ളൂ. അതിന് പകരം ഞാൻ ഒരു ഇത്തിരി ബേക്കിംഗ് പൗഡറും പിന്നെ ലേശ ഇഡലിയുടെ മാവ് കൂടെ ചേർക്കുകയാണ് കേട്ടോ. ഒരു മിക്സിയുടെ ജാറിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇത്തിരി ജീരകം, പിന്നെ ഏലക്കായ്ക്ക് പകരം ഞാൻ ഏലക്ക പൊടിച്ചത് ചേർക്കുകയാണ്. നമ്മുടെ നാടൻ പഴമില്ലേ, പാളയംകുടം പഴം, ഒരു 4 എണ്ണം അതും കൂടെ ഇരിഞ്ഞിട്ട് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഈ കണ്ണാടിക്കൂട്ടിയിൽ നമ്മളെ മാടി വിളിക്കുന്ന സാധനം കേട്ടോ ഈ ബോണ്ട, അതായത് ഉണ്ടംപൊരി. ഇത് നമ്മൾ ആദ്യം ഒരു 1/2 കിലോ ശർക്കര ഉരുക്കിയായിരുന്നു. ആ ഉരുക്കിയ ശർക്കര നമ്മുടെ ഈ മാവിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത് ഈ ശർക്കര പാനി കൊണ്ട് ഇത് മിക്സ് ചെയ്യുന്ന കേട്ടോ നല്ലത്. കാരണം വെള്ളത്തിൻ്റെ അധികം ആവശ്യമില്ല. ഈ പാനി കൊണ്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മളിപ്പോൾ പഴം മിക്സിക്ക് അത് അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ആ പഴത്തിൻ്റെ മിക്സും കൂടി ഇതിലോട്ട് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് കുഴച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഒന്ന് അടിച്ചതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പഫായി വരും. കൈകൊണ്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചതിന് ശേഷം നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് ഇത് ഇതുപോലെ ഒന്ന് കറക്കി ഒന്ന് അടിച്ച് നല്ലൊരു ടെക്സ്ചറിലോട്ട് ആക്കിയെടുക്കണം. കാരണം നമുക്ക് എണ്ണയ്ക്കകത്തിടാനൊരു ടെക്സ്ചർ വേണമല്ലോ. ഈ ഒരു പരുവത്തിലോട്ടൊക്കെ എത്തി വരുവാണെങ്കിൽ നല്ലതായിരിക്കും. പുളിച്ച് വരുമ്പോൾ ഇച്ചോടെ ഒന്ന് സോഫ്റ്റായി വരും. നമുക്കിതൊന്ന് 2 മണിക്കൂറൊന്ന് റെസ്റ്റ് എടുക്കാൻ മതി കേട്ടോ. ആ സമയം കൊണ്ട് നമുക്കൊരു ഇത്തിരി തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം എണ്ണയ്ക്കകത്ത്. എന്നാൽ തേങ്ങാക്കൊത്തൊക്കെ കടിക്കുമ്പോൾ നല്ല ഉണ്ടംപൊരി കഴിക്കുമ്പോൾ നല്ല രസമായിരിക്കും കഴിക്കാനായിട്ട്. ഏകദേശം ഒരു 2.5 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇനി വറുത്ത് കോരിയ തേങ്ങാക്കൊത്തോടെ അതിലോട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് പുളിച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് അടിച്ച് നല്ല പരുവത്തിലാക്കി എടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഓയിലൊക്കെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഓയിലേ വെച്ചിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് ചെറിയ ബോണ്ടയാണ് ഉണ്ടാക്കുന്നത്. ബോണ്ട ഉണ്ടാക്കുന്നത് നമുക്ക് കൈ ഇതുപോലെ വെള്ളത്തിലൊന്ന് മുക്കി നനച്ചിട്ട് വേണം നമ്മൾ മാവ് എടുക്കാൻ, കാരണം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ചെറു തീയിൽ ഈ ബോണ്ട തയ്യാറാക്കുള്ളൂ. പിന്നെ ബോണ്ടയുടെ ഉണ്ട ഇതുപോലെ ഇടുമ്പത്തിന് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ആദ്യം നമ്മൾ ഇട്ടതിന് ശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊങ്ങി വന്ന ശേഷം അടുത്ത് ഇടാവുള്ളൂ. അല്ലെങ്കിൽ ഇത് കൂട്ടി ഒട്ടി പിടിച്ചിട്ട് ഇതിൻ്റെ ഷേപ്പ് അങ്ങ് മാറാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പൊട്ടിയ പോലൊക്കെ ഇരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളുക. കാരണം അതുപോലെ ചെറിയ ചൂടിലിട്ട് ഇത് കുക്ക് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇതൊന്നും വേഗത്തില്ല. നമ്മളിത് കുക്കായി കഴിയുമ്പോൾ ഇതിനകത്ത് ഇതുപോലെ പച്ചപ്പായിട്ടിരിക്കുകയും ചെയ്യും. പിന്നെ ചെറുതീയിൽ ഇത് എപ്പോഴും ഇങ്ങനെ തിരിച്ചും മറിച്ച് ഇട്ടുകൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ കരിഞ്ഞു പോകും. അപ്പോൾ തിരിച്ചും മറിച്ച് ഇടുക. അങ്ങനെ ഇത് കുക്ക് ചെയ്തെടുക്കുക. ഞാൻ ഹോസ്റ്റലിൽ നിന്നൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത് പാത്ത് പോയാണ് ഈ സാധനം വാങ്ങിക്കുന്നത്. കാരണം എറണാകുളത്തൊരു ഹോസ്റ്റലിലായിരുന്നു പഠിച്ചത്. അപ്പോൾ അവിടെ ഉണ്ടംപൊരി വിൽക്കുന്നൊരു കടയുണ്ടായിരുന്നു. അവിടെ പോയി അതിൻ്റെ സൈഡിൽ പോയി പാത്ത് നിന്ന് ഓർഡർ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ വാർഡൻ കണ്ടാൽ പിടിക്കും. അതുകൊണ്ടാണ്. ചെറുപ്പം മുതൽ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിരുന്നു ഈ ബോണ്ട. സത്യം പറഞ്ഞാൽ പഴം ചേർത്തുള്ള ബോണ്ട ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മുടെ 1/2 കിലോ മൈദമാവും 200 രൂപയും കൊണ്ട് ഏകദേശം ഒരു 20 ബോണ്ട, ഇത്രയും വലുപ്പമുള്ള 20 ബോണ്ട നമുക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണും വരെ താങ്ക് യു സോ മച്ച്.